ലേറ്റസ്റ്റായിട്ട് വരുന്ന ന്യൂസ് പ്രകാരം ഷിംജിതയ്ക്ക് അടുത്ത പണിയും കിട്ടി എന്നുള്ളൊരു കാര്യമാണ്. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷിംജിത ഈ ഒരു വീഡിയോ ഒക്കെ ബസ്സിൽ വെച്ച് ചിത്രീകരിച്ച സമയത്ത് ഷിംജിതയുടെ തൊട്ട് പിറവിലൊരു പെൺകുട്ടി നിൽപ്പുണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടിയുടെ ഫേസൊക്കെ ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അവരെ തന്നെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എന്താണ് ഈ ഒരു പെൺകുട്ടി കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് അവർ നോക്കി നിൽപ്പുണ്ടായിരുന്നത്. എന്തായാലും അവർ ഷിംജിതയ്ക്കെതിരെ പരാതി കൊടുത്തിരിക്കുകയാണ്. എന്താണ് സംഭവം എന്ന് കേട്ടു നോക്കൂ. എതിരെ പരാതി നൽകി സഹയാത്രിക വീഡിയോയിലൂടെ തന്റെ മുഖം വെളിപ്പെടുത്തിയതിനാണ് പരാതി നൽകിയത്. കേസിന്റെ ഭാഗമായി അന്വേഷണം വരികയാണെങ്കിൽ എല്ലാം തുറന്നു പറയാൻ തയ്യാറെന്നും യുവതി വ്യക്തമാക്കി. എന്തായാലും ഷിംജിതയുടെ കാര്യം ഇപ്പോൾ തീരുമാനമായിട്ടുണ്ട്. ഓരോ പണിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പിറവിൽ നിന്ന് പെൺകുട്ടി തന്നെ ഇപ്പോൾ പരാതിയായിട്ട് വന്നേക്കുവാണ്, തൻ്റെ ഫേസ് കാണിച്ചു എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി പറയുന്നത് ഇതുമായിട്ട് മുമ്പോട്ട് പോകുമ്പോഴത്തേന് കുറേയധികം കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്നുള്ള രീതിയിലും ആ ഒരു കംപ്ലയിൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് അറിയാൻ സാധിക്കും ഈ ഒരു ഷിംജിതയെ ആ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ മോശമായിട്ടുള്ള രീതിയിൽ ടച്ച് ചെയ്തോ, ദീപക് വല്ലതും ടച്ച് ചെയ്തിട്ടുണ്ടോ, അതോ കള്ളമാണോ എന്ന് പറയുന്ന രീതിയിൽ ആ ഒരു പെൺകുട്ടി ഷിംജിതയ്ക്ക് നേരെ പരാതിയായിട്ട് വരുമ്പോൾ തന്നെ മനസ്സിലാക്കാം ഈ ഒരു ദീപക് എന്ന വ്യക്തി പാവമാണ്, ഇവളാണ് ഇത് കണക്ക് ചെയ്തതെന്നുള്ളൊരു കാര്യം. എന്തായാലും ഇങ്ങനെ ആ ഒരു പാവത്തിനെ ഉപദ്രവിച്ച ഇവർക്ക് ഏറ്റവും വലിയ ശിക്ഷ കിട്ടണമെന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്.